നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ ബിസിനസ് സ്ഥാപനങ്ങൾ ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് എന്ന റിപ്പോർട്ട്. നടപ്പു സാമ്പത്തിക വർഷം ആദ്യപാദത്തിൽ ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ രജിസ്റ്റർ ചെയ്തത് 4543 ഇന്ത്യൻ കമ്പനികളാണ്. പട്ടികയിൽ പാകിസ്ഥാനാണ് രണ്ടാം സ്ഥാനത്ത്. പാകിസ്ഥാനിൽ നിന്നുള്ള 2154 പുതിയ കമ്പനികൾ ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ അംഗങ്ങളായി. 1362 കമ്പനികളുമായി ഈജിപ്ഷ്യൻ കമ്പനികളാണ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ദുബായിലെത്തുന്ന കമ്പനികളുടെ എണ്ണത്തിൽ 28.5% വളർച്ച രേഖപ്പെടുത്തി. കഴിഞ്ഞ 3 മാസത്തിനിടെ 817 പുതിയ കമ്പനികളാണ് ചേംബറിൽ അംഗങ്ങളായത്. അതിനിടെ 678 പുതിയ കമ്പനികളുമായി UK പട്ടികയിൽ 5-ാം സ്ഥാനത്തെത്തി. 462 കമ്പനികളുമായി സിറിയ 6-ാം സ്ഥാനത്തും 350 കമ്പനികളുമായി ജോർദാൻ 7-ാം സ്ഥാനത്തുമാണ്. ചൈനയിൽ നിന്ന് 347 കമ്പനികളും തുർക്കിയിൽ നിന്ന് 329 കമ്പനികളും ഇറാഖിൽ നിന്ന് 303 പുതിയ കമ്പനികളും ഈ വർഷം ആദ്യപാദത്തിൽ ദുബായിലെത്തിയതായി ദുബായ് ചേംബർ പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നു. പുതിയതായി രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ 36.2% മൊത്ത ചില്ലറ വ്യാപാര മേഖലയാണ്. 35.4% കമ്പനികൾ റിയൽ എസ്റ്റേറ്റ്, റെന്റിംഗ് ആൻഡ് ബിസിനസ് സർവീസ് മേഖലയിൽ നിന്നാണ്. നിർമ്മാണ മേഖലയിൽ നിന്നാണ് 16.7% കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലോകത്തെ മുൻനിര വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞ UAE ഈ മേഖലയിലെ മുന്നേറ്റം തുടരുന്നു. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2024 UAEയുടെ യാത്രാ ടൂറിസം മേഖല അസാധാരണമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലേക്ക് ടൂറിസം മേഖല സംഭാവന ചെയ്തത് കഴിഞ്ഞ വർഷം 257.3 ബില്യൺ ദിർഹമാണ്. ഇത് ആകെ സമ്പദ് വ്യവസ്ഥയുടെ 13% വരും. 2023 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ടൂറിസം രംഗത്തിന്റെ സംഭാവന 3.2%. 2019 അപേക്ഷിച്ച് 26% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാമ്പത്തിക രംഗത്തെ ടൂറിസത്തിന്റെ സംഭാവനയിൽ ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും കാഴ്ചവെച്ച ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കുകളിൽ ഒന്നാണിത്. ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയുടെയും വൈവിധ്യത്തിന്റെയും പുതിയ സൂചകമാണ് WDC റിപ്പോർട്ട് വെളിപ്പെടുത്തുന്ന ടൂറിസം മേഖലയുടെ നേട്ടങ്ങളെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രസ്താവിച്ചു. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര സന്ദർശകരുടെ ചെലവഴിക്കൽ 217 ബില്യൺ ദിർഹമും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ ചെലവഴിക്കൽ 57 ബില്യൺ ദിർഹമും എത്തിയതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. UAEയുടെ ടൂറിസം സ്ട്രാറ്റജി 2031 അനുസരിച്ചുള്ള ലക്ഷ്യങ്ങളിലേക്ക് വിനോദസഞ്ചാര മേഖല ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് എന്ന് സാമ്പത്തിക ടൂറിസം മന്ത്രിയും എമിറേറ്റ്സ് ടൂറിസം കൗൺസിൽ ചെയർമാനുമായ അബ്ദുള്ള ബിൻ തൂഖ് അൽ മറി പറഞ്ഞു. സൗദിയിൽ മൂല്യവർദ്ധിത നികുതി വാറ്റ് പിഴ ഒഴിവാക്കൽ സമയപരിധി 6 മാസത്തേക്ക് കൂടി നീട്ടി. രാജ്യത്തെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് രാജ്യത്തെ നികുതി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ പലവിധ പിഴകൾ ഒഴിവാക്കാൻ നിശ്ചയിച്ചിരുന്ന കാലയളവ് ഈ മാസം 30-ന് അവസാനിക്കാനിരിക്കെയാണ് സർക്കാർ ആൻഡ് ടാക്സ് അതോറിറ്റി ഇളവ് സമയപരിധി ഡിസംബർ 31 വരെ 6 മാസത്തേക്ക് നീട്ടിയത്. വാറ്റ് റിട്ടേണുകളുടെ തിരുത്തൽ, ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് സംവിധാനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഫീൽഡ് നിയന്ത്രണ ലംഘനങ്ങൾ, നികുതി പൊതുവ്യവസ്ഥ ലംഘനം, നികുതി സംവിധാനങ്ങളിലെ രജിസ്ട്രേഷൻ വൈകിപ്പിക്കൽ, ഒടുക്കേണ്ട പിഴകളിൽ നിന്ന് നികുതിദായകരെ ഒഴിവാക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്ന ഇളവുകാലമാണ് ഇത്. ശരിയാക്കാൻ എല്ലാ സ്ഥാപനങ്ങളോടും അതോറിറ്റി ആവശ്യപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും ഉംറ നിർവഹിക്കാമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഇവർ നുസുക് ആപ്പ് വഴി പെർമിറ്റ് നേടണം. പെർമിറ്റ് ലഭിച്ചാൽ കര-വ്യോമ മാർഗങ്ങളിലൂടെ രാജ്യത്തേക്ക് പ്രവേശിക്കാനാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നുസുക് ആപ്പിൽ ഉംറ പെർമിറ്റിന് അപേക്ഷിക്കേണ്ടത് ആണ് ആദ്യം ചെയ്യേണ്ടത്. നേരിട്ട് എത്തിച്ചേരാൻ GCC പൗരന്മാർക്ക് ഏറ്റവും ലളിതമായ യാത്രാ നടപടിക്രമങ്ങൾ മാത്രമാണ് എന്നും മന്ത്രാലയം അറിയിച്ചു. മദീന റൗദ സന്ദർശിക്കാനും നുസുക് ആപ്ലിക്കേഷൻ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരു സൗദി റിയാൽ 22.78 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 23.26 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റി ദിനാർ 279.55 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 221.9 ഇന്ത്യൻ രൂപ.